പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് സെക്രട്ടറി, റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, സുഹൃത്തുക്കളെ, നേരത്തെ പ്രസിഡന്റിനെ അനുമോദിച്ചുകൊണ്ട് സംസാരിച്ച എല്ലാ വാക്കുകളും വൈസ് പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഉപയോഗിച്ചു എന്ന് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. വൈസ് പ്രസിഡൻ്റാണ് പുതിയ സംവിധാനത്തിലുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത്. അതിൻ്റെ സമയമാണിത്. ഫെബ്രുവരി മാസത്തിലാണ് ബഡ്ജറ്റ് അവതരണം ഉണ്ടാകുക, സാധാരണ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ. മറ്റു പഞ്ചായത്തുകളിലൊക്കെ കഴിഞ്ഞ ഡിസംബറിൽ ജനപ്രതിനിധികൾ അധികാരമേറ്റതുകൊണ്ട് അവർക്ക് കൂടുതൽ സമയം അതിനുണ്ടായിട്ടുണ്ട്. നമ്മുടേത് വളരെ വൈകിയാണ്. അപ്പോൾ ഇനി ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി ഒരു ഫുൾ കോറം ഭരണ സംവിധാനം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കൂട്ടായ യത്നമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരെന്ന നിലയിൽ 17 ആളുകളും ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങളാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും അടുത്ത ഒരു സാമ്പത്തിക വർഷം 2026-27 സാമ്പത്തിക വർഷത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ഒരു ആധികാരികതയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ബഡ്ജറ്റിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഊന്നി ഏതിന് പ്രാധാന്യം കൊടുക്കണം, ഏത് മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, ഈ കാലഘട്ടത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏത് വിഷയത്തിനാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത് എന്നെല്ലാം തീരുമാനിച്ച് അതിൻ്റെ ആസൂത്രണ സമിതി ഇനി പുനഃസംഘടിപ്പിച്ച് നിലവിൽ വരും. അവരുടെ എല്ലാം ആസൂത്രണ സമിതിയിൽ രാഷ്ട്രീയ മേഖലയിൽ മറ്റു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളൊക്കെ ഉണ്ടാകും. അവരെല്ലാം കൂട്ടായ ഒരു തീരുമാനത്തിലെത്തി നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിൽ ഈ വരാനിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് എല്ലാം കഴിയട്ടെ, എല്ലാ നന്മകളും. പ്രത്യേകിച്ച് അമീൻ നേരത്തെ അബ്ദുള്ള കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ സാധാരണ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രവർത്തകനായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. സജീവമായി പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സൗഭാഗ്യം പാർട്ടിയും മുന്നണിയും അമീനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കാതെ എന്താണോ തന്നെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പ്രസിഡന്റിന് കാര്യത്തിൽ എല്ലാവിധ സപ്പോർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഈ ഭരണസമിതി അധികാരമൊഴിയുന്ന ഘട്ടത്തിൽ നേരത്തെ പ്രാഗൽഭ്യം തെളിയിച്ച അബ്ദുള്ള കുട്ടിയാക്കൊക്കെ പ്രസിഡൻ്റായിരുന്ന ഒരു ഭരണസമിതി, ആ ഭരണസമിതിയിൽ അംഗമായ ആളുകളൊക്കെ ഇവിടെയുണ്ട്, അഷ്റഫിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ പ്രഗത്ഭരായ ആളുകൾ, പരിണിതപ്രജ്ഞരായ നിരവധി തവണ 25 വർഷത്തിലധികം ത്രിതല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായ ആളുകളൊക്കെ നമ്മുടെ ഭരണസമിതിയുടെ ഭാഗമാണ്. അവരുടെയൊക്കെ കഴിവും പ്രാപ്തിയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പേരിന് തിരഞ്ഞെടുക്കപ്പെട്ട 2 പേർക്ക് മാത്രമേ ആകാൻ കഴിയൂ. അതൊരു നിയോഗമായിരിക്കാം. പക്ഷേ എല്ലാവരും തുല്യരാണ്. അവരെല്ലാവരും ആരും മോശക്കാരല്ല. ഇവർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ട് ഇവിടെ കയറിയിരിക്കുന്നവർ അവരെല്ലാം തികഞ്ഞവരും, അപ്പുറത്തിരിക്കുന്ന മെമ്പർമാർ അത്രയെല്ലാം യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിരുന്ന ധാരണ ഇവർക്കും വേണ്ട. താഴെ ഇരിക്കുന്നവർക്ക് ഞങ്ങൾ മോശമായതുകൊണ്ടാണ് ഇവരിയ്ക്കുന്നതെന്നൊരു ധാരണ അപ്പുറത്തും വേണ്ട. എല്ലാം ഒരു പരസ്പര പൂരകങ്ങളാണ്. ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ആ ജനാധിപത്യ പ്രക്രിയകൾ അവസരങ്ങൾ വരും. ആ അവസരങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളിടത്താണ് കാര്യം. ആ അവസരങ്ങൾ വിനിയോഗിക്കാൻ നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. അത് നിങ്ങൾ സമർത്ഥമായിട്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ എല്ലാ കാലഘട്ടത്തിലും നാടും ജനങ്ങളും നിങ്ങളെ വിജയിപ്പിച്ച വോട്ടർമാരും എന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏത് കാര്യത്തിൽ നാം ഒരു തീരുമാനമെടുക്കുമ്പോഴും എടുക്കുന്ന തീരുമാനം സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന അശരണരായ ജനവിഭാഗത്തിന് ഉപകാരപ്രദമാകും എന്ന ഒരു ചിന്തയോടുകൂടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ നന്മകളും നേരുന്നു.